RSSനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSSന് ഭയമില്ലെന്നും നുണപ്രചാരണം നടത്തുന്നതിലെ ചാമ്പ്യന്മാരാണ് അവരെന്നും ഒരു വാർത്താ ചാനൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. അരുൺ ജെയ്റ്റ്ലി കേരളത്തിൽ നിന്ന് മടങ്ങിയതിന് പിന്നാലെ കേരളം ഒന്നാമത് എന്ന തലക്കെട്ടിലുള്ള പരസ്യം സംസ്ഥാന സർക്കാർ ഇന്ന് ദേശീയ മാധ്യമങ്ങളിൽ നൽകിയിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ദേശീയതലത്തിൽ ചർച്ചയാക്കാൻ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി സംസ്ഥാനത്തെത്തിയതിന് തൊട്ടുപിന്നാലെയാണ് അതേ നാണയത്തിൽ മുഖ്യമന്ത്രിയും സിപിഎമ്മും തിരിച്ചടിച്ചത്. ഡൽഹിയിൽ ഇന്ന് പുറത്തിറങ്ങിയ ദിനപത്രങ്ങളിൽ ആദ്യ പേജിൽ തന്നെ കേരളം ഒന്നാമതെന്ന പരസ്യം ഇടം നേടി. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ സംസ്ഥാനമെന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായാണ് പരസ്യം. ക്രമസമാധാന പാലനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിൽ, വർഗീയ സംഘർഷങ്ങളില്ല, ആരോഗ്യരംഗത്ത് ഏറെ മുന്നിൽ. മുഖ്യമന്ത്രിയുടെ ചിത്രം സഹിതം നിക്ഷേപകരെ സംസ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് പരസ്യം. സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ പരസ്യ പരമ്പര വൻ ചർച്ചയാകുന്നതിന്റെയാണ് RSSനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ദേശീയ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയത്. RSSനെ ഭയമില്ല, അവരുടെ പ്രചാരണത്തെപ്പറ്റി ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട സംഘമാണവർ. സർക്കാരിനോ ഇടതു പാർട്ടികൾക്കോ എതിരെയല്ല, കേരളത്തിനെതിരെയാണ് RSS. കേരളത്തെക്കാൾ പ്രശ്നങ്ങളുള്ള UPയിലും ഗുജറാത്തിലും രാഷ്ട്രപതി ഭരണം വേണമെന്ന് RSSും BJPയും ആവശ്യപ്പെടുമോ? കേരളത്തിലെ കോൺഗ്രസ് ദുർബലമാണെന്നും അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണെന്നും അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. അതിനിടെ പരസ്യം നൽകി പ്രതിച്ഛായ ഉണ്ടാക്കുന്നതിലൂടെ സർക്കാർ നശിപ്പിക്കുന്നത് പൊതുപണമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. സംസ്ഥാന സർക്കാരിനെതിരായ കടന്നാക്രമണം ചെറുക്കുക മാത്രമല്ല സിപിഎമ്മിന്റെ ലക്ഷ്യം. ദേശീയതലത്തിൽ BJPക്കെതിരായ ബദൽ കോൺഗ്രസ് അല്ല ഇടതുപക്ഷമാണെന്ന് അവകാശപ്പെടുക കൂടിയാണ്. M. ഉണ്ണികൃഷ്ണൻ, News 18, ഡൽഹി.